സർപ്രൈസ് പൊളിഞ്ഞെങ്കിൽ പോലും സർപ്രൈസ് ആയ പോലെ അഭിനയിക്കുന്നു വിശ്വസിക്കുന്നു. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ അടിപൊളിയൊരു വ്ളോഗാണ്, ഐഷയുടെ ബ്രൈറ്റ് ടു ബി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു വീക്ക് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയിട്ട് നിൽക്കുന്ന ടൈം കിട്ടുന്നത് കേട്ടോ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ ഫേസിലുള്ള ബൾബ് പോലത്തെ കുരു മൈൻഡ് ആക്കണ്ട. എല്ലാ ഫംഗ്ഷനും മുന്നേ ഒരു കുരു വരുന്നത് അത് മസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ ബസ് എടുത്തിട്ട് നേരെ കാലിക്കട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് എടുത്തിട്ട് നേരെ നമ്മൾ കൊണ്ടോട്ടിക്ക് പോവുകയാണ്. ഐഷയുടെ വീട് അവിടെയാണ്. അപ്പം ഈ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി ഐഷയ്ക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഐഷയുടെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്, സ്കൂൾ ഫ്രണ്ട്സ്. അപ്പോൾ അവരൊരു ബ്രൈറ്റ് ടു ബി കൊടുക്കുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ ഉണ്ടാവുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ഐഷയുടെ പല സെറ്റ് ഓഫ് ഫ്രണ്ട്സാണ് കേട്ടോ. കുറേ ഓൺലൈൻ ഫ്രണ്ട്സ്, ഞങ്ങൾ ബാക്കി കോളേജ് ഫ്രണ്ട്സ്, ഹോസ്റ്റൽ ഫ്രണ്ട്സ്, പിന്നെ അല്ലാത്ത ഉള്ള സ്കൂൾ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു കൊളാബറേഷൻ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യൂല. അപ്പോൾ നേരെ ഞങ്ങൾ പോയിട്ട് ആദ്യം, അപ്പോൾ അൻഷു ഞങ്ങളുടെ ഐഷയുടെ ഫ്രണ്ടാണ്, അപ്പോൾ അൻഷു ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അടുത്ത് ഞങ്ങൾ പോകുന്നത് പർച്ചേസിങ്ങിനാണ്. അപ്പോൾ ബ്രൈറ്റ് ടു ബി ഞങ്ങൾ ഒരു ബേബി യെല്ലോ ബ്ലാക്ക് തീം. അപ്പോൾ ഐഷയും ഷൈനും ബ്ലാക്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊരു ബേബി യെല്ലോ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം പൊന്നിന് ത്രെഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ പാർലറിൽ പോയി. അപ്പോൾ ആദ്യത്തെ പാർലറിൽ പോയപ്പോൾ അവിടെ ത്രെഡിങ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് ത്രെഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയിട്ടുള്ള പരിപാടിയാണ്. ഞങ്ങളൊരു അവസ്ഥയായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫേസ് ഒന്നും മൈൻഡ് ആക്കണ്ട. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും പൊന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ക്ഷീണമൊക്കെ ഞങ്ങളുടെ ഫേസ് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ത്രെഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പൊന്നൊന്ന് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു അവളുടെ നാട്ടിൽ നിന്ന് തന്നെ. പക്ഷെ അത് കുറച്ചൊന്ന് കോളായി. അപ്പോൾ ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ബാക്കി കുറേ പർച്ചേസ് ബാക്കി ഉണ്ടായിരുന്നു. കാരണം ആ ഒരു തീം യെല്ലോ ആണല്ലോ. അപ്പം കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് എല്ലാ യെല്ലോ കളറിൽ കിട്ടിയിട്ടുള്ള എല്ലാ സാധനവും ഷോപ്പിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെച്ചിട്ട് ചോക്ലേറ്റ്സും ഈ ഒരു ഫ്രൂട്ടിയും പിന്നെ എന്താ പറയുക ഒരു ലസ്സിയും അങ്ങനെ കുറേ എന്തൊക്കെയോ എടുത്തിട്ട് ഞങ്ങൾ കുറേ സാധനങ്ങൾ യെല്ലോ കളറിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി മെയിൻ പരിപാടി പോയിട്ടൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അടുത്ത നേരെ നമ്മുടെ ബ്രൈറ്റ് ടു ബി നടക്കുന്ന ലൊക്കേഷനിലോട്ട് പോകണം കേട്ടോ. അൻഷുവിന് ഡ്രസ്സ് വരെയും സെറ്റായിട്ടില്ലായിരുന്നു. അന്നാണ് അവൻ പോയിട്ട് ബേബി യെല്ലോ ഡ്രസ്സ് പോലും ഷർട്ട് എടുത്തത്. ഞങ്ങളൊക്കെ കുറേ തപ്പി, എന്നിട്ടും എനിക്കൊരു ബേബി യെല്ലോ ടീഷർട്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഐഷയുടെ ഉമ്മച്ചി ഞങ്ങൾക്കൊരു റൂം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആവാനൊക്കെ ആയിട്ട്. നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയത് ഒരു കോട്ടേജാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അത്യാവശ്യം ടൈം എടുത്ത് റെഡി ആവുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അങ്ങനെ പൊന്നു അന്ന് ലെൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനന്ന് ലെൻസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. തീം ഒരു ബേബി യെല്ലോ ആണെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രസ്സ് തന്നെ വേണമെന്നൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സായിട്ട് എടുത്തില്ല, ഞാൻ ടീഷർട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ ഡ്രസ്സ് ഇട്ടു. പറയൂടാ തിരുനാടകശാലയിൽ ചേർന്നു. അപ്പം ഇതാണ് കുട്ടപ്പൻ, ഞങ്ങളുടെ ഒക്കെ കോമൺ ഫ്രണ്ടാണ് കേട്ടോ കുട്ടപ്പനും പൊന്നിൻ്റെ കൂടെ ആലപ്പുഴയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ് നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് കിട്ടിയതുപോലത്തെ ബേബി യെല്ലോസ് ഒക്കെ സെറ്റ് ചെയ്തു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഇവിടെ ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കണേ. അപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് വന്നിട്ട് നമ്മൾ നേരെ വെക്കേഷനിൽ പോകും. ഗൈസ് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവരുടെ ബ്രൈഡ് ടു ബിക്ക് വിളിക്കാൻ ഷൈൻ തന്നെ ഞങ്ങളെ വിളിക്കാൻ വരേണ്ട അവസ്ഥയായി. ഞങ്ങൾ ഇവിടെ സ്റ്റക്കാണ്. അതെ, ഭയങ്കര സ്നേഹമാണ്. ഷൈൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അങ്ങനെ ഷാഹിനും ബാക്കിയുള്ള ഫ്രണ്ട്സും കൂടെ വന്നിട്ട് ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ഇതിലുള്ള ഏറ്റവും ഫണ്ണിയസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെ ആകെ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. എന്താണ് പറയാനുള്ളത്? എനിക്കോ എത്ര എക്സൈറ്റ്മെന്റ് ഉണ്ട്? ഒരുപാട് അത് ചുമക്കുന്ന റെഡി. സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഐഷയ്ക്ക് ഒരു ഐഡിയ ഇല്ല. അതിലെ കാര്യമുള്ളൂ. ഐഷ കാണാനുള്ള വ്ളോഗാണ്. പിന്നെ എന്താ പറയാനുള്ളത്? ഞങ്ങൾ നന്നായിട്ടൊരു സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് പൊളിഞ്ഞെങ്കിൽ പോലും സർപ്രൈസ് ആയ പോലെ അഭിനയിക്കുന്നു വിശ്വസിക്കുന്നു.
സംഭവം ഷാഹിനാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്, ഞങ്ങൾക്കും ആണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. കാരണം ഐഷേനെ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല കേട്ടോ. എവിടെന്നെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അവളെ കണ്ടുപിടിക്കും. അത് എപ്പോഴും പൊളിയാറാണ് പതിവ്. എപ്പോഴും നമുക്കൊക്കെ സർപ്രൈസ് തരാൻ ഭയങ്കര ഈസിയാണ്, പക്ഷെ അവൾക്ക് അങ്ങനെയല്ല. അപ്പം ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കേക്ക് സെറ്റ് ചെയ്യണം, പിന്നെ കുറച്ച് ഈവൻറ്റ് അവർ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ എന്താ പറയുക, നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കണം എന്നുണ്ടായിരുന്നു. ഗോൾഡൻ ആർ ഗൈസ്. നമ്മൾ ഫോണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ കോളിൽ സംസാരിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. എല്ലാവരും കൂടെ ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് തുടങ്ങി സംസാരിച്ചെങ്കിലും ആ ഒരു എന്താ പറയുക നേരിട്ടുള്ള സംസാരം ഞങ്ങൾക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ പിന്നെ മൊത്തം ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു തുടങ്ങി. പക്ഷേ ആദ്യം അവസാനം ഡെക്കോറൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഒരു തീം തന്നെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു യെല്ലോയും ബ്ലാക്കും ആയിട്ടുള്ളൊരു തീം. അപ്പം ബാക്കി പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളിയായിരുന്നു. കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാവരും ഡിഫറെന്റ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ആരും ഒന്നിച്ച് പഠിച്ച ആൾക്കാർ അങ്ങനെയൊന്നും അല്ല. ലൈക്ക് കോളേജ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫ്രണ്ട്സ്. ഞാൻ ഓൺലൈൻ ഫ്രണ്ട് ആണ്, ഞാൻ കോളേജ് ഫ്രണ്ട് ആണ്. അപ്പം ഒരു ഐഷയുടെ ഒട്ടുമിക്ക എല്ലാ ഫ്രണ്ട്സ് അവളിൽ നിന്നൊക്കെ പത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവളും വിചാരിക്കൂല നമ്മൾ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ചെയ്യുന്നത്. മേ ബി കുറച്ച് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യും, നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ആലപ്പുഴ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന്, ഞാൻ ബാംഗ്ലൂരിലാണ്, തൃശ്ശൂരിന് മലപ്പുറം പ്രോപ്പർ മലപ്പുറം ഏതൊരു മുക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. സോ ഹിയർ വി ആർ. കാണാം ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ ഈ ഒരു ടൈമായപ്പോൾ ഞങ്ങളുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കേക്കൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഏതാണ്ട് ഐഷ വരാറായി എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വെയിറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് ടെൻഷനാണ് കേട്ടോ, ഇത് നടക്കുമോ പാളി പോവോ എന്നുള്ള ആ ഒരു സാധനമാണ്. വി ആർ എക്സൈറ്റഡ്, സോ എക്സൈറ്റഡ്. ടെൻഷനാണ്. അങ്ങനെ ഐഷ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ ആക്ച്വലി ഐഷയ്ക്ക് അറിയായിരുന്നു അവളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഐഷ ഒരിക്കലും വിചാരിച്ചില്ല. ആൻഡ് ഫൈനലി ഹർ റിയാക്ഷൻ വാസ് സോ പ്രൈസ്ലെസ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. എനിക്ക് എന്താ പറയുക, എല്ലാ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര വലുതായി പോട്ടോ ഈ ഒരു വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞു വീഡിയോസൊന്നും ആഡ് ആക്കാത്തത്. ആൻഡ് ആസ് മച്ച് എസ് ഐ നോ ഐഷ ആസ് എ പേഴ്സൺ ഹു ലവ്സ് എഫേർട്സ്. എന്ത് നമ്മളൊരു ചെറിയ കാര്യം ചെയ്താലും നമ്മുടെ എഫേർട്സ് അവിടെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്ന ഒരാളാണ് കേട്ടോ ഐഷ എന്ന് പറയുന്നത്. സോ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു മോർ ദാൻ എനിത്തിങ് എൽസ്. പിന്നെ നമുക്ക് നല്ല കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാരും ഒന്നിച്ച് എക്സ്പെക്ട് ചെയ്തു ഐഷ? അതാണ് അവള് മാറിക്കണത്. അങ്ങനെ നിന്നപ്പോൾ തന്നെ പിന്നെ സർപ്രൈസായിട്ട് നമ്മൾ ഷാഹിനെയും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ കുറേ കൂടെ ടെൻഷനും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടിയിട്ട് അത് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഫൈനലി ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഐഷ പറഞ്ഞു ഐഷയ്ക്ക് എവിടെയോ ഒരു ക്ലൂ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടോ. അതാ പറഞ്ഞത്, ഐഷയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കും പോലെ അല്ല, ഷീ ഈസ് വെരി കണ്ണിങ്. സർപ്രൈസ് കൊടുക്കാൻ പറ്റൂല, എപ്പോഴും പൊളിയാറാണ് പതിവ്. പക്ഷേ ഏറെക്കുറെ നമ്മുടെ എക്സിക്യൂഷൻ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇത് വർക്കൗട്ടായി. ആൻഡ് ബോത്ത് ഓഫ് ദം വെയർ സോ ഹാപ്പി. ഷാഹിനാണെങ്കിലും ഐഷ ആണെങ്കിലും. ആക്ച്വലി ഷാഹിൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഹീ തോട്ട് ഇത് ഭയങ്കര ചെറുതായിട്ടുള്ള ഐഷ മിനിമലായിട്ട് ഷീൽ ബി ജസ്റ്റ് മിനിമലായിട്ട് റെഡിയായി വരും, കുറച്ച് പിക്ചേഴ്സ് എടുക്കുക, അതായിരുന്നു. പക്ഷേ അവനും ഇത് എക്സ്പെക്ട് ചെയ്തില്ല അവൾ ഇത്രയും എന്താ പറയുക മേക്കപ്പൊക്കെ ഇട്ട് ഇത്രയും ഹെവി ആയിട്ട് ഡ്രസ്സ് ചെയ്ത് വരുന്നു. ബട്ട് ഇറ്റ് വാസ് സോ ഗുഡ്, ട്രസ്റ്റ് മീ ഗൈസ്. ഞങ്ങൾക്കും ഐഷയുടെ ഡ്രസ്സൊക്കെ നല്ല രസമായിരുന്നു. രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മാഷാ അല്ലാഹ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹോൾ ഫോട്ടോ വീഡിയോ പ്രോസസ്സിനേക്കാളും ആ ഒരു ഫ്രണ്ട്സുമായിട്ടുള്ള ഗ്യാതറിങ്ങും സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ പകുതി പോലും എനിക്ക് വീഡിയോസിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ ട്രൈഡ് ക്ലിക്കിങ് എ ലോട്ട് ഓഫ് പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ്, ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് തിങ്ക് ആ ഒരു മൊമെൻറ്റ് എനിക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഒരു ഡോക്യുമെൻറ്റേഷനാണ്. പിന്നെ ഞങ്ങൾക്ക് തന്നെ എടുത്ത് കാണാനായിട്ട് അങ്ങനത്തെ ഒരു എന്താ പറയുക പരിപാടിയാണ്. ഇതാണ് ഐഷയുടെ കാക്ക കേട്ടോ. രണ്ട് കത്തിയുണ്ട്. എന്താണ് പറയാനുള്ളത്? സർപ്രൈസ് ആയി ഞാൻ ഇത് കണ്ടിട്ട് ഭയങ്കര അടിപൊളിയായില്ലേ. ഇത്ര ഒരുങ്ങി വരുന്ന എക്സ്പെക്ട് ചെയ്തോ ഷൈൻ? മറ്റേ സ്ലോമോ വീഡിയോ എടുക്കാൻ പറ്റേ
ഫുള്ള് നീലക്കുയില് പോലെ ഉണ്ടല്ലേ. ഞാൻ വണ്ടി അൽത്താഫ് ചിരിച്ചാൽ ലൈറ്റ് ഹൗസ് ആണ് ഗൈസ്. ലൈറ്റ് ഹൗസ്. ഒരു പരസ്യല്ലേ പല്ല് പറഞ്ഞ ഫുള്ള് ഓൾ കേരള അൽത്താഫ് ഫാൻസ് അസോസിയേഷൻ ആണ്. ഞാൻ ഒരു നീലക്കുയില്. അൽത്താഫ് കുടിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഗൈസ് ഐഷയുടെ ബ്രൈറ്റ് ടു ബീൽ അൽത്താഫ് മാറി നിന്ന് കുടിച്ചത് എന്താന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അൽത്താഫ് എന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് പേടിച്ചെങ്കിലും അതുണ്ടായിരുന്നു. വീഡിയോയിലൊക്കെ ഉണ്ടാവും എൻ്റെ ഒരു സ്ലോമോ ആക്കിയിട്ട് ചോദിക്കാനും പറയാനില്ലല്ലോ. പരിപാടി ആർക്കും കഴിയാനായി. എന്തെങ്കിലും അല്ല എന്നാ എന്റെ അടുത്ത് സൂചന തന്നൂടെ? എനിക്ക് ഇത്രയും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. ഞാനിത് അവള് വരെ അത്രയും മേക്കപ്പ് അമ്മാതിരി ഹെവി ഡ്രസ് സർപ്രൈസ് ആയിട്ട് അവൾ അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് വേർത്താണ് കുളിച്ചത് മൊത്തത്തില്. തിരിഞ്ഞു നോക്കണ വരെ കുഴപ്പമുണ്ടായില്ല. തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ മൊത്തം കയ്യിൽ നിന്ന് പോയി. നമ്മൾ മാത്രമേ ഉള്ളൂ. കാണും. നീ കാണുമ്പോ നിന്ന് നോക്കോളാം ഐഷ. ഇതൊക്കെ എന്റത് കണ്ടോ? ഇതുണ്ടോ ബൾബ്? അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാം. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ആ കാക്ക ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയിട്ടോ. കാരണം ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചാണ്, അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയിട്ട് കുഴിമന്തി കഴിച്ചു കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചു, മന്തിയൊക്കെ കഴിച്ചു, ഹണി ചില്ലി പെരി പെരി അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ കഴിച്ചു. വയറൊക്കെ ഫുള്ളായിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ പിന്നെയും ചായ കുടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇത് കുറേ പരിപാടി, ആ ഒരു 1 വീക്ക് ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. പറയുമ്പോൾ 1 വീക്കത്തെ പരിപാടിയായിരുന്നെങ്കിലും 1 വീക്ക് പോയതറിഞ്ഞില്ല. അത്രയും സ്പീഡിലാണ് ഈ 1 വീക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഈ നിക്കാഹ് വരെയും കഴിഞ്ഞ് വന്നിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഞാൻ അതാണ് ആലോചിക്കുന്നത്, എത്ര പെട്ടെന്നാണ് ഒരു വീക്ക് പോയതെന്ന് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിൽ പോയതിന് ശേഷം സിംബ വന്നിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഐശ്വര്യ പൂച്ച, എനിക്ക് പൂച്ചേനെ ഭയങ്കര പേടിയാണ് പൊതുവേ. അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ അതൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ടോ. രാത്രിയിൽ നല്ല രസമായിരുന്നു. ഈ കാഫേ പോയിട്ട് കുറേ നേരം ഇരുന്നിട്ട് ഞങ്ങൾ ആ ഫോട്ടോസൊക്കെ കുറച്ച് സോർട്ട് ഔട്ട് ചെയ്യണമായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ എന്താ പറയുക റൂമിൽ പോയിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഐശ്വര്യ വീട്ടിൽ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇനി അങ്ങോട്ട് കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഇടണം എന്നാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.